హలో నమస్కారం. మనశంకర వరప్రసాద్ గారు, മെഗാസ്റ്റാർ ചിരഞ്ജീവിയും ഹിറ്റ് മേക്കർ അനിൽ രവിപുടിയും ഒന്നിച്ച ചിത്രം. വർഷങ്ങൾക്ക് ശേഷം ചിരഞ്ജീവിയുടെ ഒരു വിൻറ്റേജ് ഷോ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നാലും ഈ സംക്രാന്തി ദിവസത്ത് കുടുംബ പ്രേക്ഷകരോടൊപ്പം പോയി കാണാൻ പറ്റുന്ന എല്ലാ ചെരുവുകളും ഉള്ള ഒരു മനോഹരമായ സിനിമയായിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. ഒരു നാഷണൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിട്ടുള്ള നായകൻ പ്രസാദ്, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ കാരണം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയ ഭാര്യ ശശി രേഖ, അവരുടെ ബന്ധം രണ്ടായിട്ട് മാറുകയും ആ കുടുംബത്തിനകത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വില്ലൻ കടന്നു വരികയും ജീവന്, മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ജീവന് ഭീഷണിയാണെന്നറിയുമ്പോൾ ചിരഞ്ജീവി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരുപാട് സിനിമകളുമായിട്ട് വളരെയധികം താരാത്മ്യമുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. തമിഴിൽ തലൈ അജിത്തിൻ്റെ സിനിമ, അതോടൊപ്പം തന്നെ മലയാളത്തിൽ ഡാഡി, അതോടൊപ്പം തന്നെ ഈ തെലുങ്കിൽ തന്നെ ഒരു സിനിമയുണ്ട്, അതും ഡാഡി എന്നാണ് അതിൻ്റെ പേര്. അത് ചിരഞ്ജീവി തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ പഴയ സിനിമകളുടെയൊക്കെ കുറേ പകർപ്പുകൾ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതായത് ഒരു നമ്മുടെ ജീവിതത്തിനകത്ത് ഭാര്യയുടെയും ഭർത്താവിനും വേണ്ടി സംസാരിക്കാൻ വേണ്ടി തേർഡ് പേഴ്സൺ കടന്നു വരാൻ പാടില്ല എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു കാര്യം ആണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഈ സിനിമയുടെ കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ വലിയ വലിയ ആക്ടേഴ്സാണ്, സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. ലേഡി സൂപ്പർ സ്റ്റാർ വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ മനോഹരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരുപാട് നെഗറ്റീവ് ഉണ്ട് താനും. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് തുടങ്ങാം. ചിരഞ്ജീവിയുടെ 90s അതേ എനർജി, അദ്ദേഹത്തിൻ്റെ കോമഡി ടൈമിങ്, അതോടൊപ്പം തന്നെ മാനറിസം എന്നിവ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി ഇതിൻ്റെ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ലിം ലുക്ക്, അതോടൊപ്പം തന്നെ സ്ക്രീൻ പ്രസൻസും കിടിലമാണ്. അതോടൊപ്പം തന്നെ വെങ്കടേഷ് സിനിമയുടെ അവസാനത്തെ 20 മിനിറ്റ് എത്തുകയാണ്. വെങ്കടേഷ് അതിഥിവേഷമാണെങ്കിൽ പോലും അദ്ദേഹവും നന്നായിട്ട് തന്നെ ഒരു സെലിബ്രേഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിരഞ്ജീവിയും വെങ്കടേഷും കൂടി ചേർന്നിട്ടുള്ള കുറേ നല്ല എലമെൻറ്റ് ഈ സിനിമയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ നായികയായിട്ട് നയൻതാരയാണ്. നയൻതാരയുടെ പ്രകടനം വളരെ കിടിലമാണ്. ഇമോഷണൽ രംഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അവൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എന്താണെന്ന് പറയാം, അനി രവിപുടയുടെ ആ ഒരു പഴയ ഊള തമാശകളിൽ നിന്നും വളരെ രസകരമായിട്ടുള്ള തമാശകൾ ഈ ചിത്രത്തിൽ നന്നായിട്ട് തന്നെ സ്ക്രിപ്റ്റിൽ ഇരുന്നിട്ടുണ്ട് തമാശയ്ക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ ചിരഞ്ജീവിയുടെ പഴയ ഹിറ്റ് സിനിമകളുടെ പാട്ടുകളും ഡയലോഗുകളും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെയധികം നന്നായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താവ് ബന്ധത്തെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ലളിതമായിട്ടുള്ള ഒരു ചെറിയൊരു സന്ദേശം പോലെ തോന്നും. അതോടൊപ്പം തന്നെ പുരുഷന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, കൈവിട്ടു പോകാൻ സാധ്യതയുള്ള ഫാമിലി ലൈഫിനെ രവിപുട നന്നായിട്ട് തന്നെ ആ ഒരു മെസ്സേജ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ കഥയിലെ ഒരു പുതുമയൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ പല സിനിമകളുടെയും പകർപ്പുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് നുള്ളിപ്പറക്കിയ ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളി ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത്ര ബലമുള്ളതായിരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഹാഫ് വളരെയധികം നല്ല രീതിക്ക് തന്നെ തമാശകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ നന്നായിട്ട് ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആക്ഷൻ കോറിയോഗ്രാഫി പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ആക്ഷൻ കോറിയോഗ്രാഫി തുടക്കത്തിലെയും ഫൈനൽ കട്ടിലെയും ആക്ഷൻ കോറിയോഗ്രാഫി നല്ല ഗംഭീരമായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. കാരണം ചിരഞ്ജീവി ആയിരുന്നാലും വെങ്കടേഷ് ആയിരുന്നാലും നന്നായിട്ട് ആ ആക്ഷൻ സീക്വൻസിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസായിട്ട് എനിക്ക് തോന്നി. തുടക്കത്തിൽ കുറേ നല്ല ആക്ഷനിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ കഥയിലെ പുതുമയില്ലായ്മ, അതായത് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സീരിയൽ കാണിക്കുന്നുണ്ട്. ഒരു സീരിയൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ്, വളരെ ദുർബലമായിട്ടുള്ള ഒരു കഥയാണ് എന്നുള്ളതാണ്
മറ്റൊരു പ്രശ്നം. അതോടൊപ്പം തന്നെ സെക്കൻഡ് ഇതിലോട്ട് വരുമ്പോൾ ഇൻ്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവെല്ലൊക്കെ ഒരു പഞ്ചുമില്ലാതെയാണ് പെട്ടെന്ന് നിർത്തുന്നത്. കോഫി ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പഞ്ചില്ലായിരുന്നു ഇൻ്റർവെല്ല് പോലും. ഇൻ്റർവെല്ല് ബ്ലോക്കിന് അത്ര ഒരു ഇതില്ല. പിന്നെ BGM നല്ല ഗംഭീരമായിരുന്നു. പല സീനുകളെയും എലിവേറ്റ് ചെയ്യാൻ വേണ്ടി BGM പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഒരു സീരിയൽ ടൈപ്പ് ക്യാമറ വർക്കായിട്ടാണ് എനിക്ക് ചിലയിടത്തൊക്കെ തോന്നിയത്. ഒരു സിനിമാറ്റിക് അനുഭവം കിട്ടിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഈ സിനിമ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ ഗംഭീരമായിട്ടുള്ള സിനിമയല്ല. സൂപ്പർ സ്റ്റാർസിനെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതായിരുന്നു. അപ്പുറം പിന്നെ ഇതിൽ ഒരു ഒരു വലിയ സംഭവം ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല. എങ്കിൽ പോലും കുടുംബപ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എന്തായിരുന്നാലും സംക്രാന്തി ആഘോഷങ്ങൾക്ക് പറ്റിയ ഒരു ഉത്സവാന്തരീക്ഷം നൽകുന്ന മനശങ്കര വരപ്രസാദ് ഗാരു സിനിമ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ സിനിമ നിരാശപ്പെടുത്തില്ല. സ്വല്പം ലാഗുണ്ട് എന്നുള്ളത് സത്യമാണ്. വളരെയധികം പ്രഡിക്റ്റബിളാണ് സാധനങ്ങൾ എല്ലാം, കഥയെല്ലാം പ്രഡിക്റ്റബിളാണ്. പിന്നെ കുറേ സീരിയൽ ടൈപ്പ് ഓഫ് ക്യാമറ വർക്കുകളൊക്കെ ഉണ്ട് പലയിടത്തും. വലിയ ഗംഭീരമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ കോസ്റ്റ്യൂം നല്ല രസമുണ്ടായിരുന്നു. ഒരു പാട്ടിൽ കുറേ നല്ല നയൻതാരയുടെ കുറേ കോസ്റ്റ്യൂം, നല്ല സാരി, ഒറ്റ കളർ സാരി, കുറേ നല്ല കിടിലൻ സാധനം ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഗംഭീരമായിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേരളത്തിൻ്റെ കുറേ സാധനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ പേരടി പിന്നെ ഈ സിനിമയിൽ ഒരു ക്യാമിയോ ചെയ്തു പോകുന്നുണ്ട്. എന്തായിരുന്നാലും വളരെ ആസ്വദിച്ച് കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന കുറേ കോമഡിയൊക്കെയുള്ള നല്ല കുറച്ച് പാട്ടുണ്ട്, കുറേ വിൻറ്റേജ് പാട്ടുകളുമുണ്ട്. അങ്ങനെ കുറേ നല്ല മൊമെൻറ്റുകളൊക്കെയുള്ള നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ് ഞാൻ പറഞ്ഞല്ലോ. എന്തായിരുന്നാലും ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇത് അനുഭവപ്പെട്ടത്. താങ്ക് യു.